നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗായിക ചിത്രയെ മനസ്സുകൊണ്ടെങ്കിലും ഓർക്കാത്ത ആളുകൾ ചുരുക്കമാണ്. കാരണം അത്രയ്ക്കും നല്ലൊരു ഗായികയാണ്, നല്ല സ്വഭാവത്തിനുടമയാണ്. ചിത്ര ഇന്നേ വരെ ഒരു സിനിമകൾക്കും പാടാൻ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയതായോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയതായിട്ടോ ഒന്നും ഒരു വാർത്തയുമില്ല. അവരവരുടെ കാര്യം നോക്കി വളരെ വൃത്തിയായി ജീവിച്ചു പോരുന്ന ഒരു സ്ത്രീയാണ്. ഗായിക ചിത്ര എന്നെയും ചിത്രങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട്. എനിക്ക് അവരെ കൊണ്ട് ഒരു ദോഷവും ഇന്നവരെ ഉണ്ടായിട്ടില്ല, ഒരു അതൃപ്തിയും ഉണ്ടായിട്ടില്ല. വളരെ സ്നേഹത്തോട് മാത്രം പെരുമാറുന്ന ഒരാളാണ് ഗായിക ചിത്ര. ചിരിച്ച മുഖത്തോട് മാത്രം ആളുകളോട് സംസാരിക്കുന്ന ഒരാളാണ് ചിത്ര. പക്ഷേ ഈ അടുത്ത സമയത്ത് ഗായിക ചിത്ര ഒരു ആഹ്വാനം നടത്തി. മറ്റൊന്നുമല്ല, അയോധ്യയിൽ പ്രതിഷ്ഠ നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും രാമനാമ ജപം ജപിക്കണം, വീട്ടിൽ 5 തിരിയുള്ള വിളക്ക് കത്തിക്കണം. ഇത് ഒരാഹ്വാനമാണ്. ഈ ആഹ്വാനം ചിത്രയ്ക്ക് പറയാൻ കൊള്ളാമോ എന്നുള്ളതാണ് ചോദ്യം. അതിൽ പ്രധാനമായും ചിത്ര മലയാള ചലച്ചിത്ര രീതിയിൽ മാത്രമല്ല, തമിഴിലും തെലുങ്കിലുമൊക്കെ ഒരുപാട് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള വളരെ നല്ലൊരു ഗായികയാണ്. സംസ്ഥാന അവാർഡുകളും ദേശീയ അവാർഡുകളും ഒക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചിത്രയ്ക്ക് സമൂഹത്തിൽ സ്വാധീന ശക്തിയും കൂടുതലാണ്. ഈ സ്വാധീന ശക്തി ഉപയോഗിക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ ആളുകളോട് മുഴുവൻ ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്നുള്ള കാര്യം ശ്രീമതി ചിത്ര ഒന്ന് ആലോചിക്കേണ്ടിയിരുന്നു. ശരിക്കും കെ.എസ്. ചിത്രയെ പിന്തുണച്ചു വരുന്നവർ ഒക്കെ പറയുന്നത് ഒരു ഇന്ത്യൻ പൗര എന്നതിൽ ചിത്രയ്ക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്ന ആവലാതിയാണ്. സത്യത്തിൽ കെ.എസ്. ചിത്ര തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമോ തന്റെ പേഴ്സണൽ കാര്യമോ അല്ല പറഞ്ഞത്, മറിച്ച് പബ്ലിക്കിനോടും ഇതൊക്കെ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തതാണ്. അയോധ്യയിൽ നിന്നുള്ള അക്ഷതം ആര് കൊണ്ടുവന്നാലും സ്വീകരിക്കാനോ നിരാകരിക്കാനോ ഉള്ളതാണ്. അവരുടെ സ്വാതന്ത്ര്യം ചിത്രയെ പോലെ അടിമുടി വിനയം കലർന്ന ഒരാൾക്ക് നിരാകരിക്കാൻ പാടായിരിക്കും. പക്ഷേ പബ്ലിക്കിനോട് ആ ദിനത്തിൽ ഇങ്ങനെ ആചാരം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നത് ചിത്ര പൊതു ഇടത്തിലെ തന്റെ സ്വാധീനം ഉപയോഗിക്കുകയാണ്. വിശ്വാസങ്ങളും ആചാരവും ഒക്കെ വ്യക്തിപരമായി ആചരിക്കാം, പക്ഷേ പബ്ലിക്കിനോടും അങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നത് അവരെന്റെ ജീവിതത്തെ സ്വന്തം യുക്തിയിൽ അപനിർമ്മിക്കലാണ്. ഇനി ഒരു കാര്യം പറഞ്ഞു തരാം ചിത്രയെ. ഇർഫാൻ പഠാൻ ഉംറ ചെയ്ത ഫോട്ടോയ്ക്ക് താഴെ ജയ് ശ്രീറാം വിളിക്കുന്നത് വളരെ മോശമാണ്. കാരണം ഇർഫാൻ ആരോടെങ്കിലും ഉംറ ചെയ്യാൻ പറയുന്നുണ്ടോ ഇല്ലയോ, അദ്ദേഹത്തിന്റെ തികച്ചും സ്വകാര്യവും വ്യക്തിപരവുമായ കാര്യമാണ് പറഞ്ഞത്. ചിത്രയ്ക്ക് പിന്തുണയുമായി വരുന്ന കലാകാരന്മാർക്ക് കുറച്ചെങ്കിലും മൂളയുണ്ടാവുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് വളരെ വിവാദവും ഇന്ത്യയുടെ മതേതര ചരിത്രത്തിലെ ഒരു കളങ്കവുമാണ് ബാബറി മസ്ജിദ് പൊളിക്കൽ എന്ന ചടങ്ങ് നടന്നത്. ക്ഷേത്രം പണി നടത്തുകയും ചെയ്തു. അതിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ചിത്രയ്ക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ചിത്രയ്ക്ക് വേണമെങ്കിൽ ആ ആഘോഷത്തിൽ പങ്കെടുക്കാം, പങ്കെടുക്കാതിരിക്കാം. ഹിന്ദുക്കളായ വിശ്വാസികളൊക്കെ ഇതിൽ പങ്കെടുക്കണമെന്ന് പറയാനുള്ള അവകാശവും ചിത്രയ്ക്കുണ്ട്. പക്ഷേ ഈ മതേതര രാഷ്ട്രത്തിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിലാണ് തെറ്റ് കണ്ടെത്തുന്നത്. കേരളത്തിലെ വാനമ്പാടിയോ ഇന്ത്യയുടെ വാനമ്പാടിയോ ആയിരിക്കാം ചിത്ര പാട്ടുകൊണ്ടും തന്റെ ചിരിയും അതിവിനയവും കൊണ്ടും പേരെടുത്ത ചിത്രയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു അധ്യായം കൂടി എഴുതി ചേർക്കപ്പെടും. തന്റെ വിശ്വാസ മൂല്യങ്ങൾ അപരനിലേക്ക് തള്ളിയതിന്. ഒരു കാര്യം കൂടി പറയാം. ഹജ്ജ് ചെയ്യുന്ന മമ്മൂട്ടി പറയുകയാണ്, നിങ്ങളെല്ലാവരും ഹജ്ജ് ചെയ്യണമെന്ന്. വെച്ചേക്കുമോ നിങ്ങൾ അദ്ദേഹത്തെ? അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്തായിരിക്കും പറയുക? അതുമാത്രം ശ്രീമതി ചിത്ര ഒന്ന് ഓർത്താൽ മതി. അതുകൊണ്ട് വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ ഓരോരോ അവകാശങ്ങളാണ്, അവരുടെ അധികാരങ്ങളാണ്. ചിത്ര ഒരു ഹിന്ദുമത വിശ്വാസിയായതുകൊണ്ട് ഹിന്ദുമതത്തിൽ വളരെ അഗാധമായി വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഗണപതിയെയോ ശിവനെയോ മഹാവിഷ്ണുവിനെയോ ഹനുമാനെയോ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അവരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കരുത്, ആഹ്വാനം ചെയ്യരുത്. അങ്ങനെ ആഹ്വാനം ചെയ്തതിനെയാണ് ചില ആളുകൾ ചോദ്യം ചെയ്തത് ചിത്രയെ. അങ്ങനെ ചോദ്യം ചെയ്യുന്നവരെ ഒരിക്കലും നിങ്ങൾക്ക് മറുപടി പറയാനുണ്ടാകില്ല. കാരണം നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. വാക്കുകളിലുള്ള തിരുത്താണെങ്കിൽ ആ വാക്കുകൾ മാറ്റിപ്പറയാൻ ശ്രീമതി ചിത്ര ശ്രമിക്കണം. കാരണം ഈ സമൂഹം എന്ന് പറയുന്നത് വെടിമരുന്ന് പോലെയാണ്. എന്തെങ്കിലും ഒന്ന് ഇട്ടുകൊടുത്താൽ
പൊട്ടാൻ വെമ്പി നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അവിടേക്ക് ചിത്രയെപ്പോലെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു തരി തീയ് അതിലേക്ക് ഒരിക്കലും വീഴരുത് എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ.